നമ്മളോടൊക്കെ പലപ്പോഴും ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരാൾ, അല്ലെങ്കിൽ അതിന് സമയം പറ്റാത്ത ഒരാൾ, നമ്മുടെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്വപ്നങ്ങൾ വരെ പലപ്പോഴും മാറ്റിവെച്ചിട്ടുള്ള ഒരാൾ, നിങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ നടന്നു കാണണം എന്നൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാൾ, നല്ല ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഹോട്ടലിൽ കയറുമ്പോൾ സ്വന്തം പോക്കറ്റ് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത മാസത്തെ ഫീസിന്റെ കാര്യമോ നിങ്ങൾക്ക് വാങ്ങേണ്ട കുപ്പായത്തെ കുറിച്ച് ഓർത്തിട്ട് ആ ആഗ്രഹം വേണ്ടെന്ന് വെച്ചിട്ടുള്ള ഒരാൾ. ആരാണത്? നമ്മുടെയൊക്കെ അച്ഛൻ, അല്ലെ? കുട്ടികളുടെ കളിച്ചിരികൾ പോലും ഒരു പക്ഷെ കാണാനുള്ള ഭാഗ്യം പല അച്ഛന്മാർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അവർ ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ കൊച്ചുറങ്ങിയോടി എന്ന് ചോദിച്ചു വരുമ്പോഴേക്കും നമ്മൾ അവിടെ ഉറങ്ങിക്കാണും. പിന്നീട് വന്നിട്ട് നമ്മുടെ കുഞ്ഞിക്കാലുകൾ എടുത്തിട്ട് ഉമ്മ വെച്ചിട്ട്, നെറ്റിയിലൊരു ഉമ്മ വെച്ചിട്ട് അദ്ദേഹം വീണ്ടും കിടന്ന് ഉറങ്ങാൻ പോകും. രാവിലെ അദ്ദേഹം ജോലിക്ക് പോകുമ്പോഴേക്കും നമ്മൾ ഉണർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഉമ്മ വെച്ചിട്ട് പോകും. പക്ഷേ കളിച്ചിരികൾ, മക്കളുടെ കളിച്ചിരികളും തമാശകളും പല അച്ഛന്മാർക്കും ആസ്വദിക്കാൻ പറ്റിക്കാണില്ല. കുട്ടികളുടെ പുറകിൽ എപ്പോഴും അച്ഛന്മാരുണ്ടാകും, കൺട്രോൾ ചെയ്യാനല്ല. നമ്മൾ നടക്കുമ്പോൾ വീണു പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറിയാതെ ആ കൈകൾ പാഞ്ഞു വരും, താങ്ങിപ്പിടിക്കാനായിട്ട്, രക്ഷകനായിട്ട്. നമ്മൾ വളർന്നു വരുമ്പോൾ പലപ്പോഴും അമ്മയെ വിളിക്കുന്ന പോലെയൊന്നും അച്ഛനെ വിളിക്കാറില്ല. അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കും. പക്ഷേ ഒരിക്കലും അതിനു വേണ്ടി കംപ്ലൈന്റ് പറയാത്ത ഒരാൾ. ഇടയ്ക്കൊക്കെ കാണാൻ പോയില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും വല്ലപ്പോഴും ഒന്ന് ചെല്ലുമ്പോൾ ഒരു പരാതിയും കൂടാതെ ആ പഴയ സ്നേഹം മുഖത്ത് വെച്ചുകൊണ്ട് നിശബ്ദമായ മന്ദഹാസത്തോടു കൂടി ഇപ്പോഴും എപ്പോഴും നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന, രക്ഷകനായിട്ട് എന്നും തന്റെ കരുത്തുള്ള കൈകളുമായിട്ട് കാത്തിരിക്കുന്ന ഒരാൾ ഈ ലോകത്തിൽ, നമ്മുടെ അച്ഛൻ. ഇന്ന് ഫാദേഴ്സ് ഡേ. എല്ലാ അച്ഛന്മാർക്കും ആശംസകൾ.